ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പണ്ടൊക്കെ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോഴല്ലേ ഒരു മൂടിയിൽ, കുപ്പീൻ്റെ മൂടിയിൽ നമുക്കിങ്ങനെ കടലാസിലേക്ക് ഇട്ട് തരുന്ന ഒരു പട്ടാണിക്കടലല്ലേ ഗൈസ്. ഇപ്പോഴും ഞാൻ വാങ്ങിക്കാറുണ്ട് കേട്ടോ. ഏത് പീടിക കണ്ടാലും ഇത് പാക്കറ്റ് അയച്ചൊക്കെ ഇപ്പം ഉണ്ട് കേട്ടോ. എന്നാലും നമ്മൾ അങ്ങനെ ലൂസായി വാങ്ങുന്നൊരു ടേസ്റ്റ് അതൊരു വേറെ തന്നെയാണല്ലേ. അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാം ഗൈസ്. നമ്മുടെ ഈ ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസും ഇത് മഞ്ഞ കളറുള്ള കടലയും കൂടെ മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് കറുമുറ അതൊന്ന് വറുത്ത് കഴിക്കണം കേട്ടോ. നല്ല ഉപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് മസാല കടല പോലെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇത് കുറച്ച് ടൈം എടുക്കുന്ന പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു വത്തക്കയൊക്കെ കഴിച്ച് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ആയുധം എടുത്തിട്ട് നേരെ കുക്കിങ്ങിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാനൊരു ചീൻചട്ടിയാണ് വെച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാന് വെക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ ഒഴിക്കുന്നത് നല്ല സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് നമ്മുടെ പട്ടാണി കടല അങ്ങോട്ട് കറുമുറ വേവിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കണം കേട്ടോ. എന്നാലേ നല്ല മുങ്ങി അത് മൊരിഞ്ഞ് വരുള്ളൂ കേട്ടോ. കുറച്ച് സമയം എടുക്കുന്ന പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ പണികളും തീർത്തതിന് ശേഷം അവസാനത്തേക്കാണ് കേട്ടോ ഇത് വെച്ചത്. വൈകുന്നേരത്തെ ചായക്കൊക്കെ പിന്നെ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ കുറിക്കാനുള്ള അടിപൊളി കടലാണ് കേട്ടോ. പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ കടലേനെ ഒരു 8-9 മണിക്കൂറെങ്കിലും നന്നായിട്ട് വെള്ളത്തിലിട്ട് പൊതിർത്തി വെക്കണം കേട്ടോ. അപ്പോൾ ഒരു ദിവസം മൊത്തം ഞാൻ പൊതിർത്തിയിട്ടിട്ട്, നിങ്ങൾ വേണമെങ്കിൽ രാത്രിയൊക്കെ പൊതിർത്തിട്ടിട്ട് പിറ്റേന്ന് ചെയ്താൽ മതി. ഞാനൊരു ദിവസം മൊത്തം പൊതിർത്തിട്ടിട്ട് പിറ്റേന്ന് രാവിലെ അതിനെ വെള്ളം കൂറ്റി കളഞ്ഞിട്ടാണ് കേട്ടോ എടുത്തത്. എന്നിട്ട് ഇതിൽ വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു. അത് നിങ്ങൾ ഇട്ടപ്പോൾ തന്നെ കണ്ടില്ലേ, സറബറാന്ന് പൊട്ടിത്തെറിക്കുന്നത്. എന്നിട്ട് ഞാൻ കുറച്ചിട്ട് നോക്കി, ആദ്യം ട്രയൽ നോക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ അളവിനനുസരിച്ച് കുറച്ചോ കൂടുതലോ ഇടാം. ഞങ്ങളിവിടെ കുറച്ച് അധികം പട്ടാണിക്കടല പൊതിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതാ ഒരു പേപ്പറൊക്കെ വെച്ചിട്ട് നമ്മൾ കുറച്ച് അത്യാവശ്യം എണ്ണ പിടിക്കും കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മൾ എപ്പോഴും ഡെയിലി ഓയിലി കഴിക്കണ്ട എന്നുള്ളത് നമുക്ക് ഇടയ്ക്കൊക്കെ കുറിക്കാമല്ലോ. അങ്ങനെ ഒരു 8 മിനിറ്റോളം വേണം കേട്ടോ ശരിക്കും ഗൈസ് ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരാൻ. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളു വേവൂല കേട്ടോ. നല്ല കറുമുറ ആയിരിക്കണമല്ലോ നമുക്ക്. ഇതിൻ്റെ കറുമുറൊക്കെ ഞാൻ വീഡിയോൻ്റെ അവസാനം നിങ്ങൾക്ക് കേൾപ്പിച്ച് തരാം കേട്ടോ. എന്നിട്ട് ഇതാ നന്നായിട്ട് വെളിച്ചെണ്ണയിലിട്ടിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ നിങ്ങൾ മൂടി വെക്കണം. കാരണം ഈ കടല പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നല്ല ഓട്ടപാത്രം എന്തെങ്കിലും ഉണ്ടെങ്കിൽ മൂടി വെക്കാം. അല്ലാത്ത പാത്രങ്ങളൊക്കെ വെച്ച് മൂടുമ്പോൾ അതിൽ നിന്ന് വെള്ളത്തിൻ്റെ അംശം ഇറങ്ങി ആവി ഇറങ്ങിയിട്ട് പിന്നെയും പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഒരു പൊട്ടിത്തെറി നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രം ഈ പണിക്ക് പോവാം. ഞാൻ ആ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് നേരെ മുഖത്തേക്കൊക്കെ പണി കിട്ടി. ഞാൻ ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗൈസ് രക്ഷപ്പെട്ടത് കേട്ടോ. അപ്പം നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം ഊറ്റണം, എന്നാലും ചെറിയ രീതിയിൽ ജലത്തിൻ്റെ അംശം ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഓരോ ട്രിപ്പ് വീതം, ഞാൻ പറഞ്ഞില്ലേ കുറച്ചധികം ഞങ്ങൾ വെള്ളത്തിലിട്ട് കുറച്ചധികം കടല ഇവിടെ ഉണ്ടായതുകൊണ്ട് പെട്ടെന്ന് കേടാവേണ്ട. ഇതാകുമ്പോൾ നമുക്ക് കുപ്പിയിലിടാമല്ലോ. ഡെയിലി നമുക്കിപ്പോൾ ഗ്രീൻ പീസ് കറിയൊക്കെ വെച്ച് നമുക്ക് മടുക്കുമല്ലോ. ഞാൻ ഒരുപാട് ഗ്രീൻ പീസ് കറി, പിന്നെ നമ്മൾ മുട്ട ഇട്ടിട്ടൊക്കെ ചെയ്യുന്ന നമ്മളെ ബീച്ചിൽ നിന്ന് കിട്ടുന്ന ഗ്രീൻ പീസൊക്കെ ഇല്ലേ, അതൊക്കെ ചെയ്തു. ഇപ്പോൾ ലാസ്റ്റ് ചെയ്യാൻ പോയതാണ് ഇത്. പെട്ടെന്നൊരു ബുദ്ധി തോന്നിയിട്ട് ചെയ്യുന്നതാണ് കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റ് ട്രിപ്പ് ഞാൻ കോരി വെച്ച്, ഞാൻ പറഞ്ഞില്ല അത് കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന്. പിന്നെ ഞാൻ മെല്ലെ കുറച്ചിട്ടു കേട്ടോ. ഞാൻ നിങ്ങളോട് പറയാൻ കേട്ടോ, ഒരു പൊട്ടിത്തെറി പ്രതീക്ഷിക്കാമെന്ന് അപ്പം തന്നെ പൊട്ടിത്തെറിച്ച് ഗൈസ്. എൻ്റെ മുഖം കഷ്ടിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ നമുക്ക് ഓരോ ട്രിപ്പ് ഇട്ടിട്ട് നമുക്കിത് കോരി എടുക്കണം. കുറച്ച് സമയം മെനക്കെടാനുണ്ട്. ഞാൻ ഇത് ഇട്ടിട്ട് കുറച്ച് നേരം അവിടെ പോയിരുന്ന്, അതുകൊണ്ട് തന്നെ ഏതോ ഒരു ട്രിപ്പിൽ ചെറിയ രീതിയിലൊന്ന് കളർ മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ പട്ടാണി കടല ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ എപ്പോൾ വീഡിയോ കണ്ടാലും വാങ്ങുന്നൊരു സാധനമാണ് കേട്ടോ അത്. അങ്ങനെതാ നമ്മളിതാ മെല്ലെ കോരി എടുക്കുക. നന്നായിട്ട് വെളിച്ചെണ്ണ കുടിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളത് പേപ്പറിലിട്ടിട്ട് ടിഷ്യൂലൊക്കെ ഇട്ടിട്ട് അതിങ്ങനെ വച്ചാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ നമ്മുടെ പട്ടാണിക്കടല ഓരോ ട്രിപ്പായിട്ട് ഇങ്ങനെ മൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഞാൻ അതിനിടയിൽ ഇടയ്ക്ക് ഓരോന്നിടത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ആകെ മൊത്തം അവസാന ട്രിപ്പായി ഞാൻ ആകെ ക്ഷീണിച്ചു ഗൈസ്. കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ പട്ടാണിക്കടല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇനി ഇതിൻ്റെ സൗണ്ടൊക്കെ ഞാൻ കേൾപ്പിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. കാരണം നമ്മുടെ പ്ലേറ്റിൽ നല്ലോണം ഓയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ലോണം കുലുങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നമ്മളിത് എണ്ണയിൽ നിന്ന് കോരുമ്പം തന്നെ കുലുങ്ങും കേട്ടോ. അത് ഇനി നമുക്കൊരു പരിപാടിയും കൂടി ഉണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പ് വിതറണം. അപ്പോൾ ഞാനത് ഒരു കയ്യിൽ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വിതറി കൊടുത്തിട്ട്, പിന്നെ നമ്മളിങ്ങനെ ഇളക്കി കൈകൊണ്ട് തിരുമ്മണമെന്നില്ല, ഇളക്കി കൊടുത്തിട്ട് ഫുൾ എല്ലാ സ്ഥലത്തും കടലേൻ്റെ അടുത്ത് മിക്സ് ആക്കട്ടെ. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിടാം. ഭരത്തുമോന് കഴിക്കേണ്ടതുകൊണ്ടെന്ന് തന്നെ ഞാനിതിൽ മുളക് പൊടി ഇടുന്നില്ല കേട്ടോ. നമുക്ക് മസാല കടല ആക്കണമെങ്കിൽ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഗംഭീരമായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും പട്ടാണിക്കടല വെള്ളത്തിലിട്ടിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. അടിപൊളിയാണ് കേട്ടോ. എന്തായാലും നല്ലൊരു കുപ്പിയിൽ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ. ഇത് ഇത്രയും ഉണ്ടായിരുന്നില്ല, കുറച്ചും കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും കൈയിട്ട് വാരി കഴിച്ച് സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരട്ടെ. അപ്പോൾ കറുമുറ സൗണ്ട് നിങ്ങൾ കേട്ടില്ലേ? നിങ്ങൾ ട്രൈ ചെയ്യാൻ മറക്കണ്ട. അടുത്ത റെസിപ്പി വീണ്ടും കാണാം.